നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വെറുമൊരു സംസാരത്തിനോ അല്ലെങ്കിൽ കുറച്ചു സമയം കളയുന്നതിനോ വേണ്ടിയല്ല. നമ്മുടെ ജീവിതത്തിൽ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ചും നമുക്ക് ചുറ്റും നാം അറിയാതെ നടക്കുന്ന ചില ഗൂഢാലോചനകളെക്കുറിച്ചും വളരെ ആഴത്തിൽ ചിന്തിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവിതം എന്നത് ഈശ്വരൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. എന്നാൽ ആ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, ആരെയും വഴിയിൽ തടസ്സമായി നാം നിന്നിട്ടില്ലല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പ്രതിസന്ധികൾ വരുന്നതെന്ന്. നമ്മൾ പൂർണ്ണ മനസ്സോടെ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും അവരെ വിശ്വസിക്കുമ്പോഴും തിരിച്ച് നമുക്ക് ലഭിക്കുന്നത് വലിയ ചതികളും മാനസികമായ തകർച്ചകളും ആയിരിക്കാം. ലൗകികമായ ഈ ലോകത്ത് മനുഷ്യരുടെ മനസ്സുകൾ മനസ്സിലാക്കുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. ഒരാളുടെ മുഖത്തു നോക്കി അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെന്നില്ല. ഭഗവാൻ നമുക്ക് നൽകിയ ഈ ജീവിതം വളരെ വിലപ്പെട്ടതു തന്നെയാണ്. അത് വെറുതെ തകർത്തു കളയാൻ ആർക്കും വിട്ടുകൊടുക്കരുത്. ഇന്ന് നാം ഇവിടെ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു പതനത്തിൽ നിന്ന് രക്ഷിക്കാൻ പോലും ഈ വാക്കുകൾക്ക് സാധിച്ചേക്കാം. അതുകൊണ്ട് വളരെ ശാന്തമായി പൂർണ്ണ ശ്രദ്ധയോടെ ഈ വാക്കുകൾ കേൾക്കുക, ഹൃദയത്തിലേക്ക് അത് സ്വീകരിക്കുക. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരെ, ഇന്ന് നാം പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ഒരു സാധാരണ സന്ദേശമല്ല. ഇത് നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു ശരിയില്ലായ്മ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും നന്നായി തുടങ്ങുമെങ്കിലും അവസാന നിമിഷം എല്ലാം തകരുന്നുണ്ടോ? നിങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും വഴിയിൽ തടസ്സമായി നിന്നിട്ടില്ല, എന്നിട്ടും എന്തുകൊണ്ട് ചിലർ നിങ്ങളുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കണം, നിങ്ങളുടെ ശത്രു എപ്പോഴും തുറന്നു മുന്നിൽ നിൽക്കണമെന്നില്ല. ചില ആളുകൾ നിങ്ങളുടെ മുന്നിൽ പലപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കും, നിങ്ങളുടെ സുഹൃത്താണെന്ന് ഭാവിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളുടെ വീഴ്ചയ്ക്കായി കാത്തിരിക്കുകയായിരിക്കും. നിങ്ങളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വാക്കുകൾ ഒരിക്കലും തള്ളിക്കളയരുത്. ഈ സന്ദേശം അവസാനം വരെ കേൾക്കണം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ പോലും സഹായിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ ഈ സന്ദേശം നിങ്ങൾക്ക് കേൾക്കുവാനും കാണുവാനും സാധിച്ചത്. അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും ഭഗവാനോടുള്ള ഭക്തിയുടെയും നിങ്ങളുടെ വഴിപാടിൻ്റെയും ശക്തി തന്നെയാണ്. ആ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത്. അത് ഭഗവാന്റെ ഒരു കവചമാണ്. ആ കവചം നിങ്ങൾ വേണ്ട എന്ന് വെക്കരുത്. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ ജീവിതം തകരണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ നാശം കാണാൻ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും എല്ലാം അത്തരം ആളുകളുണ്ടാവും. പല ആളുകൾക്കും അത്തരം ആളുകളെ തിരിച്ചറിയാൻ സാധിക്കാറില്ല എന്നതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലും ഒടുവിൽ നാശത്തിലേക്കും എത്തിത്തീരുന്നു. ജീവഹാനിയും മാനഹാനിയും അത്തരത്തിൽ ധാരാളം അവസ്ഥയിലേക്ക് അവർ കടന്നു പോകുന്നു. ഇതെല്ലാം മനുഷ്യനിർമ്മിതമായ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. എല്ലാ കാര്യത്തിനും വിധിയെ വഴി പറഞ്ഞിട്ട് കാര്യമില്ല. നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാം കൃത്യമായി ശ്രദ്ധിക്കണം. നാം അകറ്റി നിർത്തേണ്ട ആളുകളെ നാം അകറ്റി നിർത്തുക തന്നെ ചെയ്യണം. ആദ്യം തന്നെ നാം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ശരിയായി പോകുന്നത് പോലെ തോന്നിയിട്ടും പെട്ടെന്നെല്ലാം കൈവിട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം ആത്മാർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവസാന നിമിഷം തകർന്നു പോകുന്നത്? നിങ്ങൾ ആരോടും മോശമായി പെരുമാറിയിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, എന്നിട്ടും എന്തുകൊണ്ടാണ് ചില ആളുകളുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളുടെ സമാധാനം പൂർണ്ണമായി തകരുന്നത്? കാരണം ലോകത്തിലെ ഏറ്റവും വലിയൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ആളുകളും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. ചിലർ നിങ്ങളുടെ മുന്നിൽ നല്ലവരായി അഭിനയിക്കും, നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നത് പോലെ നടിക്കും. പക്ഷേ ഉള്ളിലവർ നിങ്ങളുടെ തകർച്ചയ്ക്കായി പ്രാർത്ഥിക്കുകയായിരിക്കും. അത്തരം ധാരാളം പ്രാർത്ഥനകൾ ഭഗവാന്റെ മുന്നിൽ എത്തിയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് ഇത്തരമൊരു മുന്നറിയിപ്പ് തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പതനത്തിന് വേണ്ടി പല ആളുകളും നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ നിങ്ങൾക്ക് തകരാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഭഗവാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കൃത്യമായി കേട്ടിരിക്കണം. പരിഹാര മാർഗങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമാണ്. കാരണം ഈ ലോകം ഒരിക്കലും നല്ലവരുടേത് മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിൽ അസൂയ വളരും. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത് അവർക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ടാണ് നാം വീണ്ടും പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളുടെ ഗൂഢാലോചന നിങ്ങൾ അറിയാതെ പോകരുത്. ഭഗവാന്റെ സന്ദേശം ഒരു കവചമാണ്. ആ കവചത്തെ നിങ്ങൾ കാണാതെ പോകരുത്. അത്തരമൊരു കവചം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും വഴിപാടുകളുടെയും ശക്തി കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന അത്തരം അനുഗ്രഹങ്ങളെ, ആ അനുഗ്രഹങ്ങൾ തന്നെയാണ് ഇത്തരം വലിയ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് കവചമായി രക്ഷയായി മാറുന്നത്. ഈ ഒരു അധ്യായം കേൾക്കുന്ന നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, ഭഗവാന്റെ ഒരു കവചം എന്നും നിങ്ങൾക്ക് ഒപ്പമുണ്ട് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഓം നമഃ ശിവായ എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ,
നിങ്ങൾ മനസ്സിലാക്കുക, ചില ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ നേരിട്ട് യുദ്ധത്തിന് വരില്ല. പകരം അവർ ആദ്യം നിങ്ങളുടെ വിശ്വസ്തത നേടിയെടുക്കും. നിങ്ങളുടെ സ്നേഹിതനായി അഭിനയിച്ച് നിങ്ങളുടെ രഹസ്യങ്ങൾ, നിങ്ങളുടെ ദുർബലതകളും എല്ലാം മനസ്സിലാക്കും. അതിനുശേഷം കൃത്യമായ സമയം നോക്കി തന്നെ അവർ മാനസികമായി തകർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് എല്ലാവരോടും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയരുത്. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഭാവി പദ്ധതികൾ, നിങ്ങളുടെ ദുർബലതകൾ ഇവയൊന്നും എല്ലാവർക്കും അറിയേണ്ടതില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കും നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ വേദനയ്ക്ക് കാരണമാകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സമാധാനം പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിന് പെട്ടെന്ന് നെഗറ്റീവ് ചിന്തകൾ കൂടിയിട്ടുണ്ടോ? എന്തു ചെയ്താലും ശരിയാകുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നിൽക്കൂ. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നന്നായി ശ്രദ്ധിക്കൂ. ആരാണ് നിങ്ങളുടെ വളർച്ച സത്യത്തിൽ ആഗ്രഹിക്കുന്നത്, ആരാണ് വെറും അഭിനയിക്കുന്നതെന്ന് തിരിച്ചറിയുക. ഭഗവാൻ നിങ്ങൾക്ക് നല്ലൊരു മനസ്സും നല്ലൊരു തിരിച്ചറിവും തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുക. കാരണം ജീവിതത്തിൽ എല്ലാവരെയും ഒരുപോലെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ പലപ്പോഴും നമുക്ക് അവസാന നിമിഷം കിട്ടുന്നത് കണ്ണീരും വേദനയും മാത്രമാണ്. എന്നാൽ അതുകൊണ്ട് എല്ലാവരെയും വെറുക്കണമെന്നല്ല അതിനർത്ഥം. നിങ്ങൾ ആർക്കും ഒരു ദോഷവും ചെയ്യരുത്. പക്ഷേ ആരെ എത്രത്തോളം വിശ്വസിക്കണം എന്നതിന് വ്യക്തമായ പരിധി ഉണ്ടായിരിക്കണം. ചില സാഹചര്യങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പങ്കുവെക്കാതെ നിശബ്ദമായി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക. കാരണം ചില വിജയങ്ങൾ ശബ്ദമില്ലാതെ ഉണ്ടാകുന്നതാണ് ശത്രുക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ മറുപടി. നിങ്ങളുടെ ആ നിശബ്ദമായ വിജയമാണ്. നിങ്ങൾ തകർന്നു പോകണമെന്ന് പലരും ആഗ്രഹിച്ചേക്കാം. പക്ഷേ ഓർക്കുക, ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു മനുഷ്യനെ തകർക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. അത്തരമൊരു ശക്തമായൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. ഇത് നിങ്ങളുടെ ആത്മീയമായ ചിന്തയും നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും ഫലമാണ്. അതുകൊണ്ട് തുടർന്നും ആ പാതയിൽ തന്നെ സഞ്ചരിക്കുക. നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല. ജീവിതത്തിൽ എല്ലാവരും നിങ്ങൾക്കൊപ്പം അവസാനം വരെ നടക്കാൻ വരില്ല. ചില ആളുകൾ നിങ്ങളുടെ പാതി വഴിയിൽ വെളിച്ചമാകാൻ വരും. എന്നാൽ ചിലർ നിങ്ങളുടെ വഴിയിൽ ഇരുട്ടാകാനും വരും. പക്ഷേ ഇതിൽ ഏറ്റവും അപകടകാരികൾ ആരാണെന്നറിയാമോ? നിങ്ങൾക്ക് മുന്നിൽ വലിയ സ്നേഹം കാണിച്ച് പിന്നിൽ നിന്ന് വീഴ്ച ആഗ്രഹിക്കുന്നവർ. അവർ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ ഒരു തുറന്ന ശത്രുവായി വരില്ല. കാരണം തുറന്ന ശത്രുവിനെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ജാഗ്രത പാലിക്കാം. പക്ഷേ കള്ളസ്നേഹം കാണിക്കുന്നവരെ തിരിച്ചറിയുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർ നിങ്ങളുടെ സന്തോഷം കണ്ടാൽ പുറമേ ചിരിക്കും, പക്ഷേ ഉള്ളുകൊണ്ട് ചോദിക്കും, ഇവൻ ഇത്ര മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന്. മറ്റൊരു സത്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില ആളുകൾ അകന്നു പോയാൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ചിലപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തെറ്റായ ആളുകളെ മനഃപൂർവ്വം മാറ്റുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടമല്ല, മറിച്ച് വലിയൊരു രക്ഷയാണ്. ഇന്ന് നാം പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഭദ്രമായി സൂക്ഷിക്കുക. കാരണം ചില സന്ദേശങ്ങൾ വെറുതെ കേൾക്കാനുള്ളതല്ല, ജീവിതം മാറ്റിമറിക്കാനുള്ളതാണ്. ഒരുപക്ഷെ ഈ സന്ദേശം ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയത് ഒരു വലിയ കാരണത്താലാകാം. ഭഗവാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പുതിയ വഴിയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഈ മുന്നറിയിപ്പുകൾ തള്ളിക്കളയാതെ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയുക. വീണ്ടും എഴുന്നേൽക്കുക. പുതിയൊരു തുടക്കം കുറിക്കണം. കാരണം ഭഗവാന്റെ ഭക്തർ ഒരിക്കലും തളരില്ല. അവർ വീണ്ടും ഉയരും, കൂടുതൽ ശക്തിയായി തന്നെ തിരിച്ചു വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഒരു ഇടവമാസം കഴിഞ്ഞ് ഒരു 15 ദിവസം വരെ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരം ആളുകൾ പല ദുഷ്പ്രവൃത്തികളുമായി കടന്നു വരാം. അതെല്ലാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചേക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ അഭിമാനത്തിനും ജീവന് തന്നെ ക്ഷതമേൽപ്പിച്ചേക്കാം. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നാം എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, കുലദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാവണം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ മൂർത്തിക്ക് പുറമെ നിങ്ങളുടെ കുലദേവതയെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കണം. അതോടൊപ്പം തന്നെ ഈ ഒരു ഇടവമാസം കഴിയുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതീവ ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ഗുണം ചെയ്യും. ആ ഒരു ഐശ്വര്യവും ചൈതന്യവും നിങ്ങൾക്കൊരു പ്രചോദനമാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം തന്നെ മുന്നോട്ട് പോകണം. ഇത്തരം ആളുകളെ തിരിച്ചറിയുകയാണെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നാം ഈ പറഞ്ഞ കാലയളവിൽ ഏറ്റവും ഉചിതമായ തീരുമാനം. നിങ്ങൾ ഈ ഒരു ഇടവമാസമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള 15 ദിവസത്തിന് മുൻപായോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുഞ്ജയ ഹോമം പോലുള്ള വഴിപാടുകൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ ചെയ്യണം. ഗണപതി ഭഗവാനെ കണ്ട് നാളികേരമുടച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക.
ഇതെല്ലാം തടസ്സങ്ങൾ നീങ്ങുന്നതിനും നിങ്ങളുടെ ശത്രുക്കൾ ക്ഷയിക്കുന്നതിനും സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രതികൂലമായ സാഹചര്യങ്ങൾ കൊണ്ടുവരാൻ പോകുന്നവരെ നിങ്ങൾക്ക് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ഭഗവാന്റെ സന്ദേശം നിങ്ങൾക്കുള്ള അനുഗ്രഹം തന്നെയാണ്. ആ അനുഗ്രഹം നിലനിർത്തുന്നതിനായി നാം പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, താൻ പാതി ദൈവം പാതി എന്നാണ്. ഭഗവാൻ ഇത്തരത്തിലുള്ള സൂചനകളും മുന്നറിയിപ്പുകളും വലിയ പ്രതിസന്ധികളിൽ നിന്നെല്ലാം നിങ്ങളെ കരകയറ്റും. എന്നിരുന്നാലും ഇത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കേണ്ടതും ഇത്തരം സാഹചര്യങ്ങളിൽ നാം ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളും സ്വീകരിക്കേണ്ടതും വളരെ ഉചിതമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക തന്നെ വേണം. ഇത്തരം ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ആളുകളിൽ നിന്ന് ധാരാളം നെഗറ്റീവ് ഊർജ്ജവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ആ നെഗറ്റീവ് ഊർജ്ജം നമുക്ക് മടി, അലസത, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പിന്നോട്ടുള്ള വലിയ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് പുറകോട്ട് വലിക്കുകയാണ് ഇത്തരം ദുഷ്ടശക്തികൾ ചെയ്യുക. അത്തരം ദുഷ്ടശക്തികളാൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും ശക്തിയേറിയ പൂജാ വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഈ പൂജാ വഴിപാടുകൾ പങ്കാളിയാവുന്നതോടെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, ഇത്തരത്തിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജ്ജം ഇല്ലാതാവുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും തിരികെ വരുന്നതാണ്. നിങ്ങളുടെ പേരും നാളും അതിനായി താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. അവരിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. അവർക്കും നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതോടെ അവരുടെ ജീവിതത്തിലെ ദുഷ്ടശക്തികളെല്ലാം തന്നെ അകന്നുപോയി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തിരികെ ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നെഗറ്റീവ് ഊർജ്ജം എന്നത് മറ്റൊരാളാൽ ഇത്തരത്തിലുള്ള കണ്ണേറും ശത്രുദോഷവും പ്രാക്കും മൂലം നിത്യേന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ഊർജ്ജമാണ്. അതിന് നമുക്ക് സാധ്യമാവുന്ന ഇത്തരം വേളകളിൽ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് സാധ്യമാകുന്ന വേളകളിൽ ഇത്തരം പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുക മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ നിന്ന് ഇത്തരം ദുഷ്ടശക്തികളെല്ലാം തന്നെ ഇല്ലാതായി ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും കടന്നു വരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.